ഗാന്ധി സെൻറ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് യൂട്യൂബ് ചാനലായ സ്വദേശി GCAD ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്വദേശി ഉൽപ്പന്ന നിർമ്മാണ പരമ്പരയിലെ സ്വദേശി ടിപ്സ് എന്നുള്ള വീഡിയോ പരമ്പര, ആ വീഡിയോ പരമ്പരയിലെ 5ാമത്തെ വീഡിയോ ആണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. ഇതിനു മുമ്പ് നമ്മൾ 4 എപ്പിസോഡുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ആ എപ്പിസോഡ് കാണാൻ പറ്റാതിരുന്നവരൊന്ന് കാണുന്നതിന് വേണ്ടി ശ്രമിക്കുക. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ശാസ്ത്രത്തിലെ തിയറിയും അതുപോലെ തന്നെ പ്രായോഗികതയിലെ ചേരുവയുടെ കൃത്യതയും എന്നുള്ളതായിരുന്നു. 2ാമത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നത് നാരങ്ങയിൽ നിന്ന് എങ്ങനെയാണ് നാരങ്ങയുടെ തൊലിയിലെ ചൊന വരാതെ നാരങ്ങാനീര് പിഴിയാൻ സാധിക്കുന്നത് എന്നുള്ള വീഡിയോ ആയിരുന്നു. 3ാമത്തെ വീഡിയോ രുചികരമായ നാരങ്ങാ വെള്ളം എങ്ങനെയാണ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്നുള്ള വീഡിയോ ആയിരുന്നു. 4ാമത്തെ വീഡിയോ രുചികരമായ ചായ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളും പ്രായോഗിക കാര്യങ്ങളുമായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മസാല ചായ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും മസാല ചായ ഇഷ്ടപ്പെടുന്നവരാണ്. സാധാരണ നമ്മൾ ചായ ഉണ്ടാക്കുന്നതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ കൂടി ചേർക്കുമ്പോൾ അതിനല്പം കൂടെ രുചികരമാക്കുന്ന അവസ്ഥയിലേക്ക് അതെത്തും. അത് നമ്മുടെ ആൾക്കാരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇഷ്ടപ്പെടുന്ന ഒരു ചായ ഉണ്ടാക്കുന്ന രീതിയാണ്. അപ്പം അത്തരത്തിലുള്ള ചായ, മസാല ചായ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് എന്നാണ് ഞാൻ നിങ്ങളോടിപ്പം പറയുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മൾ ചായ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ വെള്ളമെടുക്കുന്നു, ഒരു 1/2 ഗ്ലാസ് വെള്ളമെടുക്കുന്നു. 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് നമ്മൾ ചായപ്പൊടി ഇടുന്നു. 1 ടീസ്പൂൺ ചായപ്പൊടി ഇടാം. ചായപ്പൊടി അത് കൂടുതലാണെന്ന് തോന്നുന്നവർക്ക് അതൊരു 3/4 ടീസ്പൂണ് അല്ലെങ്കിൽ 1/2 ടീസ്പൂണിലേക്ക് കൊണ്ടുവരാം. ഒരു 1/2 മുതൽ 1 ടീസ്പൂൺ വരെ പഞ്ചസാരയും ചേർക്കാം. അങ്ങനെ നമ്മൾ വെച്ചിരിക്കുന്ന വെള്ളം അത് തിളയ്ക്കാൻ ആരംഭിക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ പാലൊഴിക്കണം. അങ്ങനെ പാലൊഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ വെള്ളം അടുപ്പിലേക്ക് വെച്ച് ചായപ്പൊടി ഇടുന്ന സമയത്ത് തന്നെ, പഞ്ചസാര ഇടുന്ന സമയത്ത് തന്നെ നമുക്കതിൻ്റെ അകത്തേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. കാരണം മസാലപ്പൊടികൾ വെന്ത് അതിൻ്റെ സത്തിറങ്ങേണ്ടതുള്ളത് കൊണ്ട് ചായ ഉണ്ടാക്കുന്ന സമയത്ത് ആരംഭത്തിൽ തന്നെ നമ്മൾ മസാലപ്പൊടികളും വെള്ളം വയ്ക്കുന്ന സമയത്ത് ചായപ്പൊടി ഇട്ട് പഞ്ചസാര ഇട്ട് മസാലപ്പൊടികളും ഇട്ട് നമ്മൾ തിളപ്പിക്കാനായിട്ട് വെക്കുക. അത് തിളയ്ക്കാൻ ആരംഭിക്കുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് പാൽ ഒഴിക്കാം. ഒരു 1/2 ഗ്ലാസ് പാൽ കൂടി ഒഴിക്കാം. അങ്ങനെ പാലും കൂടി ഒഴിച്ച് ഇത് രണ്ടും കൂടെ ചേർന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ചായ വാങ്ങി, മസാല ചായ വാങ്ങി ഒരു 2-3 പ്രാവശ്യം ചായ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തെ പൊടികളെല്ലാം അടിയിലേക്ക് താഴ്ന്നുകൊള്ളും. ഇങ്ങനെ ഉണ്ടാക്കുന്ന ചായ അതീവ രുചികരമായിട്ടുള്ള ചായയായിരിക്കും. അത് മസാലപ്പൊടി കൂടി ചേർത്തു എന്നുള്ളത് കൊണ്ട് മസാലപ്പൊടി ചേർത്തത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് കൂടുതൽ രുചികരമാകും. ഇപ്പം മസാല ചായപ്പൊടിയിൽ എന്തെല്ലാം സാധനങ്ങൾ ചേർക്കണം, എന്തെല്ലാം മസാല ഐറ്റങ്ങൾ ചേർക്കണം എന്നുള്ളതാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് പ്രധാനമായിട്ടും വരേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട സാധനമായിട്ട് നമ്മൾ ചേർക്കേണ്ടത് ഒന്ന് ചുക്കാണ്. നമ്മൾ ഇഞ്ചി അരിഞ്ഞ് ചേർക്കുന്നതിനേക്കാൾ നല്ല ചുക്ക് തന്നെയാണ്. കാരണം ഇതെല്ലാം കൂടെ പൊടിച്ച് പൊടിയാക്കുന്നതാണ് നമുക്ക് കൂടുതൽ മസാല ചായ ഉണ്ടാക്കുന്നതിന് നല്ലത്. അതുകൊണ്ട് തന്നെ മസാല ചായ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്തെ ആദ്യത്തെ സാധനമായിട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട സാധനമായിട്ട് ചുക്ക് പൊടി ഉണ്ടായിരിക്കണം. 2ാമത്തത് ഏലക്ക വേണം. 3ാമത്തെ ഗ്രാമ്പൂ വേണം. 4ാമത്തത് ജാതിപത്രി വേണം. 5ാമത്തത് ജാതിക്ക വേണം. 6 തക്കോലം വേണം. 7 കറുവാപ്പട്ട വേണം.
ഇത്രയും സാധനങ്ങളാണ് ഒരു മസാല ചായപ്പൊടി ഉണ്ടാക്കുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് രുചികരമാക്കുന്നതിന് വേണ്ടി നമുക്ക് ചേർക്കാൻ പറ്റുന്ന സാധനങ്ങൾ. ഇതിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെ അളവ് ഒരേ രീതിയിലായിരിക്കണമെന്നില്ല. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വേണ്ട അളവ് ചുക്ക് തന്നെയാണ്. അപ്പോൾ ചുക്ക് ഇരട്ടി അളവിലെടുക്കുക. നമ്മുടെ ഏലക്കായും ഗ്രാമ്പും ഒക്കെ ഒരു ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഓരോന്ന് മാത്രം മതി. പിന്നീട് നമ്മൾ വരുന്ന ജാതിപത്രി ആണെങ്കിൽ ജാതിപത്രി അല്പം മതി. ജാതിക്ക നമ്മൾ പൊടിച്ചതും അതും അല്പം മതി. കറുവാപ്പട്ടയും തക്കോലും അതും കുറച്ച് മാത്രം മതി. നമ്മളിതെല്ലാം കൂടെ ഒന്ന് ഉണക്കി വറുത്ത് പൊടിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ടിന്നിനകത്തേക്ക് നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളത്തേക്ക് നമുക്ക് മസാല ചായപ്പൊടി ഉണ്ടാക്കുന്നതിനുള്ള മസാലപ്പൊടികൾ നമ്മുടെ റെഡിയായിരിക്കും. അങ്ങനെ നമ്മൾ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1/2 ഗ്ലാസ് വെള്ളമെടുക്കാം. ആ വെള്ളം നമ്മുടെ ചൂടാക്കേണ്ട പാത്രത്തിലേക്ക് ഒഴിച്ച് അതിലേക്ക് നമ്മൾ പഞ്ചസാര ഇടുന്നു. ചായപ്പൊടി ഒരു ടീസ്പൂൺ വരെ, അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചായപ്പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അതിലേക്ക് നമ്മൾ മസാലപ്പൊടികളെല്ലാം കൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള മസാലപ്പൊടികൾ, 1 ചുക്ക്, 2 ഏലക്ക, ഗ്രാമ്പൂ, ജാതിപത്രി, ജാതിക്ക, തക്കോലം, കറുവാപ്പട്ട, ഇത്രയും സാധനങ്ങൾ ചേർത്ത് പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടിയിൽ ആ മസാലപ്പൊടിയുടെ 1 ടീസ്പൂൺ ഇട്ടാൽ മതിയായിരിക്കും. 1 ടീസ്പൂണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളിട്ട് അത് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ പാലൊഴിക്കുന്നു. അപ്പം പാലും വെള്ളവും തമ്മിലുള്ള ഒരു അനുപാതം, അല്ലെങ്കിൽ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആയിരിക്കും ഏറ്റവും നല്ലത്. എന്നുവെച്ചാൽ 1/2 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് വെള്ളവും. ആ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി നമുക്ക് നല്ല രുചികരമായിട്ടുള്ള മസാല ചായപ്പൊടി ഉണ്ടാക്കി ഞാനിപ്പോൾ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ 1/2 ഗ്ലാസ് വെള്ളമെടുത്ത് ചായ ഇടുന്നതിന് വേണ്ടി, മസാല ചായ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചിരിക്കുന്നു. അതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ ചായപ്പൊടി ഇടുക. 1/2 ടീസ്പൂൺ ചായപ്പൊടി. 1/2 ടീസ്പൂൺ ചായപ്പൊടി ഇട്ടതിന് ശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചായപ്പൊടി ഇടാം. രണ്ടാമതായിട്ട് നമ്മൾ പഞ്ചസാര ഇടുന്നു. പഞ്ചസാര നമ്മൾ 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. ഇനി നമ്മൾ അടുത്ത് ചേർക്കേണ്ടത് നമ്മുടെ മസാല പൊടിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മസാല പൊടികളെല്ലാം കൂടെ പൊടിച്ച് ഞാൻ ഈ ടിന്നിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നതാണ്. അത് 1 ടീസ്പൂൺ മസാലപ്പൊടി ഞാൻ ഈ ചായ വെള്ളത്തിലേക്ക് ഒഴിക്കുന്നു. 1 ടീസ്പൂൺ. അപ്പോൾ ആ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ പാലൊഴിക്കുന്നു. വെള്ളം തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ പാലൊഴിക്കുന്നത്. എന്നിട്ട് നമ്മൾ അത് നന്നായിട്ട് ആറ്റിയെടുത്താൽ മതിയായിരിക്കും. ഞാൻ മസാല ചായ ഉണ്ടാക്കുന്ന രീതി ഒന്നുകൂടെ ഒന്ന് പറയാം. 1/2 ഗ്ലാസ് വെള്ളം നമ്മൾ പാത്രത്തിലേക്ക് ഒഴിക്കുന്നു. അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചായപ്പൊടി ഇടുന്നു. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ പഞ്ചസാര ചേർക്കുന്നു നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. അതിലേക്ക് മസാലപ്പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നു. ആ മസാലപ്പൊടിയിൽ വന്നിരിക്കുന്ന സാധനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത് 1 ചുക്ക്, 2 ഏലക്ക, 3 ഗ്രാമ്പൂ, 4 ജാതിപത്രി, 5 ജാതിക്ക, 6 കറുവാപ്പട്ട, 7 തക്കോലം. ഇത്രയും സാധനങ്ങളാണ്. അതെല്ലാം കൂടെ പൊടിച്ചു വയ്ക്കുക. ഇവിടെ നമ്മുടെ വെള്ളം തിളയ്ക്കുന്നതിന് വേണ്ടി ആരംഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പാലൊഴിക്കുന്നു. പാലും കൂടി ഒഴിച്ച് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമ്മൾ പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ വാങ്ങി 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റിയാൽ മതിയാകും. ആ പൊടി അടിയിലേക്ക് താന്നുകൊള്ളും. ചായ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെല്ലായ്പ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചായയുടെ പൊടി, മുകളിൽ കിടക്കുന്ന പൊടി നമ്മൾ അരിപ്പ ഉപയോഗിച്ച് അരിക്കേണ്ട ആവശ്യം ഒരിക്കലും ഉണ്ടാകുന്നില്ല. ചായ 2-3 പ്രാവശ്യം ആറ്റി കഴിയുമ്പോൾ ആ ചായയിലുള്ള പൊടി നമ്മൾ
തനിയെ ആ പാത്രത്തിനടിയിലേക്ക് താണുകൊള്ളും. നമ്മുടെ അരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോയാൽ നമ്മുടെ സ്റ്റീൽ അരിപ്പയാണെങ്കിൽ ഏതാനും ദിവസം കഴിയുമ്പോൾ എത്ര നന്നായിട്ട് കഴുകുന്നവരാണെങ്കിലും ചായയുടെ കറ ആ സ്റ്റീൽ അരിപ്പയുടെ സൈഡിലുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ആ സ്റ്റീൽ അരിപ്പ ഉപയോഗിച്ച് അരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുമ്പോൾ നമുക്ക് ചായ കുടിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ മസാല ചായ പൊങ്ങി വരാൻ തുടങ്ങുന്നു. ഞാൻ തീ ഓഫ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളൊന്ന് ആറ്റിയെടുത്താൽ മതി. മസാല ചായ നിന്ന് തിളയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പാല് ചേർക്കുന്ന എല്ലാ സമയത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാല് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്ക് പോകാൻ പാടില്ല. അത് 80 ഡിഗ്രി ആകുമ്പോൾ പൊങ്ങും. അതിനാണ് നമ്മൾ കാച്ചുക എന്ന് പറയുന്നത്. അപ്പോൾ പൊങ്ങി വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ വാങ്ങി ആറ്റി എടുത്താൽ മതി. 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്ക് പാല് ചൂടായിട്ടുണ്ട് എങ്കിൽ പാല് വെന്തു പോകും. വെന്ത പാലിൻ്റെ രുചി കുറയും. സ്വാഭാവികമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ചായക്കും അതുപോലെ തന്നെ മസാല ചായക്കും രുചി കുറയുന്നതിന് അത് കാരണമാക്കും. ഇന്നത്തെ ഈ വീഡിയോ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.